മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നാണ് CSKയുടെ കളി. ഇന്ത്യൻ സമയം 7:30 ചെപ്പോക്കിൽ വെച്ച് നടക്കുന്ന മത്സരം പഞ്ചാബിനെതിരെയാണ്. പഞ്ചാബിനെതിരെ നടക്കുന്ന മത്സരം അവരൊരു കംബാക്കിന് വേണ്ടിയാണ് അവർ നോക്കുന്നത്. കഴിഞ്ഞ കളി അവർ രാജസ്ഥാനായിട്ട് തോറ്റിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഒരു കംബാക്കാണ് അവർ ഈ കളിയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടി ഈ നല്ലൊരു കംബാക്കിന് വേണ്ടി 127 കോട്ടെ പോലെ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ ശരിയാക്കാനുണ്ട്. എല്ലാം കൂടി കംബാക്കാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ എല്ലാ ഫാൻസും ഒത്തൊരുമയോടെ നോക്കുന്നത് ട്രിവാൾഡ് ബേബിൾസ് കളിക്കുമോ എന്നാണ്. എന്നാൽ അദ്ദേഹം ഈ കളി കളിക്കാൻ സാധ്യതയില്ല എന്ന അറിയിപ്പാണ് വരുന്നത്. അദ്ദേഹം പ്രാക്ടീസൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ പോലും തന്നെ ചെറിയ നിരക്കുള്ള ഒരു പ്രാക്ടീസാണ് അദ്ദേഹം നടത്തിയിട്ടിരിക്കുന്നത്. ഇന്നത്തെ കളിയിൽ അദ്ദേഹം കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഓരോ പ്ലേയിങ് 11 നോക്കുവാണെങ്കിൽ സഞ്ജു സാംസൺ, ക്യാപ്റ്റനായ ഋതുരാജ് ഗേക്വാർ, 3-ാം നമ്പറിൽ ആയുഷ് മാത്രെ, 4-ാം നമ്പറിൽ മാത്യു ഷോട്ട്, 5-ാം നമ്പറിൽ ശിവൻ ദുബെ, 6-ാം നമ്പറിൽ പ്രശാന്ത് വീറോ അതോ സർഫസ് ഖാനോ, ഇരുവരിൽ ഒരാൾ വന്നേക്കാം എന്ന അറിയിപ്പുകളാണ് കാണപ്പെടുന്നത്. കാർത്തിക് ശർമ്മ 7-ാം നമ്പറിൽ, 8-ാം നമ്പറിൽ ജേമി ഓവർട്ടൺ, പിന്നെ 9-ാം നമ്പറിൽ വരാൻ സാധ്യതയുള്ളത് നൂർ അഹമ്മദ്, പിന്നെ ഖലീൽ അഹമ്മദ്, പിന്നെ മാർക്ക് ഹെൻറി എന്ന് പറഞ്ഞ കഴിഞ്ഞ അതേ സ്കോഡ് തന്നെയായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇമ്പാക്റ്റുമായിട്ട് നമുക്ക് അൻഷുൽ കമ്പോജിനെ എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ മാറ്റങ്ങളുടെ സാധ്യത വളരെ കുറവാണ്. ഇനി PBKSന്റെ ഓപ്പണറിലേക്ക് നോക്കുവാണെങ്കിൽ പ്രിയാൻഷ് ആര്യ, ഹോപ്പർ കൊണാലി, പിന്നെ 3-ാം നമ്പറിൽ പ്രസിമ്രാൻ സിംഗ് പ്രിയാൻഷ് ആര്യ എനിക്ക് ഓപ്പണിങ്, 3-ാം നമ്പർ കോപ്പർ കൊണാലി, 4-ാം നമ്പറിൽ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ, 5-ാം നമ്പറിൽ നേഹൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് സ്റ്റോണിസ്, മാർക്കോ യാൻസന്, വിജയകുമാർ വൈശാഖ്, സേവർ ബാട്ട്ലറ്റ്, അർഷദീപ് സിംഗ്. അപ്പോൾ എന്നായാലും ചഹലും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇവരുടെ പ്ലേയിങ് 11 കാണാൻ സാധ്യതയുള്ളത്. എന്നായാലും ഡിവാൾഡ് പ്രീവിയസ് ഈ കളി കളിക്കുന്ന സാധ്യതയില്ല. അപ്പോൾ ഞായറാഴ്ച ചിന്നസ്വാമി വെച്ച് അവർക്ക് കളിയുണ്ട്. അപ്പോൾ RCBക്കെതിരെ ആ കളിനകത്ത് ഡിവാൾഡ് പ്രീവിയസ് കളിച്ചേക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ IPL വാർത്തകൾ, ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ തന്നെ നിങ്ങൾ ഈ ക്രിക്കറ്റ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.